ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുദ്രപ്രതാപൻ പലിശക്കാരനെയും കൂട്ടി ജനാർദ്ദനൻ്റെയും ലക്ഷ്മിയുടെയും അടുത്ത് വന്ന് പറയുകയാണ്, 3 ദിവസത്തിനുള്ളിൽ തന്നെ 10 ലക്ഷം രൂപ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടും സ്ഥലവും ഞങ്ങൾ വിൽക്കുമെന്ന് പറഞ്ഞതോടുകൂടി ലക്ഷ്മിയും ജനാർദ്ദനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാതെ വിഷമിക്കുകയാണ്. ഇനിയിപ്പോൾ 10 ലക്ഷം രൂപ 3 ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള വിഷമത്തിലാണ് ജനാർദ്ദനൻ. അങ്ങനെ ജനാർദ്ദനൻ അറിയാവുന്ന ആളുകളുടെ അടുത്തേക്ക് പോവുകയാണ്. 10 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ആ വീടും സ്ഥലവും സ്വന്തമാക്കാൻ വേണ്ടി, അല്ല എന്നുണ്ടെങ്കിൽ രുദ്രപ്രതാപൻ ആ പലിശക്കാരനെ കൊണ്ട് ആ വീടും സ്ഥലവും വിൽപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ജനാർദ്ദനൻ പൈസയ്ക്ക് വേണ്ടി പോവുകയാണ്. ഇക്കാര്യം ദേവകി അറിഞ്ഞ ശേഷം ദേവകി പൊട്ടിക്കരയുകയാണ്. എന്തിനാണ് ഈശ്വരൻ നമ്മളോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത്? നമ്മുടെ കിടപ്പാടമാണ് ഇല്ലാതാവാൻ പോകുന്നത്. 3 ദിവസത്തിനുള്ളിൽ എവിടെ നിന്നും നമ്മൾ 10 ലക്ഷം രൂപ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയണ, അമ്മ ഇങ്ങനെ കരയല്ലേ, കരഞ്ഞ് കരഞ്ഞ് എന്തെങ്കിലും വയ്യായി വരും, അതും കൂടി നമ്മൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അച്ഛൻ ഏതായാലും പൈസയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടല്ലോ, എവിടെ നിന്നെങ്കിലും ശരിയാവാതിരിക്കില്ല, അമ്മ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് ലക്ഷ്മി ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ദേവകി പറയണേ, നീ എന്തായാലും പാർവതിയെ ഇക്കാര്യമൊന്നും അറിയിക്കരുത്. പാർവതി അറിഞ്ഞാൽ അവൾ വല്ലാതെ വേദനിക്കും. അതുകൊണ്ട് നീ തൽക്കാലം പാർവതിയെ ഇതൊന്നും അറിയിക്കരുത് എന്ന് പറഞ്ഞ് ദേവകി അവിടെ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി മനസ്സിൽ തീരുമാനിക്കുകയാണ്, പാർവതിയെ ഇത് അറിയിക്കാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും പാർവതി 10 ലക്ഷം രൂപ ഉണ്ടാക്കി രുദ്രപ്രതാപൻ ആ സ്ഥലം വിൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം അവൾ കണ്ടോളും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാർവതിക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ സമയം പ്രിയനാണെങ്കിലോ പാർവതിയോട് ഞാനാണ് ഗന്ധർവൻ എന്നുള്ള കാര്യം തുറന്നു പറയണം, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ തുളസിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പാർവതിയോട് ഗോഡൗണിലേക്ക് വരാൻ വേണ്ടി പറയണം. എന്നിട്ട് ഗന്ധർവൻ ഞാനാണെന്നുള്ള കാര്യം പാർവതിയോട് പറയണം, തുറന്നു പറയണം. അതിനുവേണ്ടി എൻ്റെ കയ്യിലുള്ള ഈ മാല പാർവതിയെ കാണിച്ചു കൊടുത്താൽ തന്നെ അവൾക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. ഞാനാണ് ഗന്ധർവൻ എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവും. അതിനിപ്പോൾ എന്താണ് ഒരു വഴി എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ കരുനാഗമാണെങ്കിലോ പാർവതിയോട് സംസാരിക്കുന്നത് കണ്ടാൽ അതോടുകൂടി അടുത്ത പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് എന്താ അപ്പോൾ വഴി? പാർവതിയെ ഗോഡൗണിലേക്ക് വരുത്താൻ വേണ്ടി എന്താണ് ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, ഒരു എഴുത്തെഴുതാം, എന്നിട്ട് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാം, എന്നിട്ട് ഇത് പാർവതിക്ക് കൊടുക്കാൻ വേണ്ടി പറയാം. അപ്പോൾ പിന്നെ പാർവതി ഇത് കണ്ടാൽ ഉറപ്പായും ഗോഡൗണിലേക്ക് വന്നോളും എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രിയൻ ഒരു എഴുത്തെഴുതുകയാണ്. പാർവതി നീ എത്രയും പെട്ടെന്ന് ഗോഡൗണിലേക്കൊന്ന് വരണം എന്ന് പ്രിയൻ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ലെറ്റർ പോക്കറ്റിലിട്ട് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാൻ വേണ്ടി പ്രിയൻ ചെല്ലുകയാണ്. അപ്പോഴാണ് അവിടെ കരുനാഗൻ നിൽക്കുന്നത് പ്രിയൻ കാണുന്നത്. ഇയാളിപ്പോൾ ഇവിടെ ശകുനപ്പിഴ പോലെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, എങ്ങനെ ഇപ്പോൾ പാർവതിയുടെ കയ്യിൽ കൊടുക്കും, എന്താണിപ്പോൾ ഒരു വഴി എന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് പ്രിയൻ അവിടെ നിന്നും കരുനാഗൻ കാണാതെ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് സൗസുവിനെ കാണുന്നത്. അപ്പോൾ ഉഷയാണെങ്കിൽ അവിടെ നിന്നങ്ങ് പോയി കഴിഞ്ഞ ശേഷമാണ് സൗസുവിൻ്റെ അടുത്തേക്ക് പ്രിയൻ ചെല്ലുന്നത്. ഉഷ എല്ലാവർക്കും ഇപ്പോൾ ഒരു പാരയായതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം തന്നെ കരുനാഗത്തിനോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഉഷ കാണാതെ വേണം സൗസുവിൻ്റെ കയ്യിൽ ഈ എഴുത്ത് എഴുതിയത് കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ സൗസുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. സൗസു കുറച്ച് തുണിക്കെട്ടുമായിട്ടാണ് വരുന്നത്. നീ ഇപ്പോൾ ഈ തുണിക്കെട്ടുമായി എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് അയൺ ചെയ്യുന്ന ഭാഗത്തേക്കാണ്. എങ്കിൽ പാർവതി അവിടെ നിൽക്കുന്നുണ്ടല്ലോ, നീ പാർവതിയുടെ കയ്യിൽ ഈ എഴുത്ത് കൊടുക്കണം, ആരും കാണാതെ വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞ് ആ തുണിക്കെട്ടിനകത്തേക്ക് ഈ എഴുത്ത് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അയ്യോ കരുണാകൻ കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ കരുണാകൻ കാണാതെ വേണം നീ കൊടുക്കാൻ എന്ന് പറഞ്ഞ് പ്രിയൻ അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ സൗസവ് പേടിയോട് കൂടി പാർവതിയുടെ അടുത്തേക്ക് ചെല്ലാണ്ട് അപ്പോഴാണ് കരുനാഗം അവിടെ നിൽക്കുന്നത് കാണുന്നത്. അതോടുകൂടി സൗസവിന് പേടിയാവുന്നുണ്ട്. കരുനാഗമെങ്ങാനും ഈ എഴുത്ത് കണ്ടാൽ അതോടുകൂടി എല്ലാ പ്രശ്നമാവുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പതിയെ പതിയെ നടന്നു പോകുമ്പോൾ പെട്ടെന്നാണ് കരുനാഗത്തിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് കരുനാഗം സൗസവിൻ്റെ ദേഹത്തേക്ക് അങ്ങ് പെട്ടെന്ന് കരുനാഗം അങ്ങ് തിരിയുന്ന സമയത്ത് സൗസവിൻ്റെ ദേഹത്ത് തട്ടുകയാണ്. അതോടുകൂടി സൗസവിൻ്റെ കയ്യിലുള്ള ആ ഡ്രസ്സുകളെല്ലാം തന്നെ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ അതിലുള്ള എഴുത്തും താഴെ വീണിട്ടുണ്ടാവും. അങ്ങനെ എന്താ നിനക്ക് കണ്ണില്ലേ എന്ന് ചോദിച്ച് കരുനാഗം സൗസവിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ സൗസവ് പേടിച്ചുകൊണ്ട് പറയണം, അയ്യോ സാറേ ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ മുഖത്തെന്താ 2 ഉണ്ടക്കണ്ണുണ്ടല്ലോ, നിനക്കെന്താ കണ്ടൂടെ എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നീ ഇത് എവിടേക്ക് കൊണ്ടുപോവാന്ന് ചോദിക്കുമ്പോൾ ഞാനിത് അയൺ ചെയ്യാൻ കൊണ്ടുപോവാണ്, എങ്കിൽ പെട്ടെന്ന് അത് വാരിയെടുത്ത് കൊണ്ടുപോകാൻ നോക്ക് എന്ന് പറയണം. അങ്ങനെ സൗസവ് പെട്ടെന്ന് ആ ഡ്രസ്സുകളെല്ലാം തന്നെ വാരിയെടുക്കുകയാണ്. പെട്ടെന്നാണ് കരുനാഗത്തിൻ്റെ കണ്ണിൽ ആ എഴുത്ത് കാണുന്നത്. അപ്പോൾ സൗസവ് പെട്ടെന്ന് ആ എഴുത്ത് കയ്യിലങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ അതിലൊരു
എഴുത്ത് കണ്ടല്ലോ, ഞാൻ ഒരു പേപ്പർ കണ്ടല്ലോ. അയ്യോ ഇല്ലല്ലോ സാർ. ഉണ്ട്, ഞാൻ കണ്ടു. ഇല്ല, അത് വല്ല വേസ്റ്റ് തുണിയുമായിരിക്കും. അല്ല, ഞാനൊരു പേപ്പറാണ് കണ്ടത്, എനിക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞതോടുകൂടി കരുണാകരത്തിൻ്റെ മുന്നിൽ സൗസു അങ്ങ് പേടിച്ചു പോവാണ്. ഇയാളിപ്പോൾ കൈയോടെ പൊക്കുമല്ലോ, ഇവിടെ ഇപ്പോൾ കമ്പനിയിൽ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് കേട്ടോ സൗസു നിൽക്കുന്നത്. അങ്ങനെ കരുനാഗം ഓരോ തുണികളായിട്ട് ഇങ്ങനെ തിരയുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് കരുനാഗത്തിൻ്റെ ഫോണിലേക്ക് മുക്ത വിളിക്കുന്നത്. അപ്പോൾ മുക്തയുടെ കോള് കാണുമ്പോൾ ഇതിനിപ്പോൾ എന്തിനാണാവോ എന്നെ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ആ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് സൗസോ കയ്യിലുള്ള ആ പേപ്പർ വായയിലേക്ക് അങ്ങ് ചുരുട്ടിയിട്ട് അങ്ങ് ഇടുകയാണ്. എന്നിട്ട് വായ അടച്ച് മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കരുനാഗം ഫോൺ വെച്ച ശേഷം ആ തുണികളെല്ലാം തന്നെ തുണിക്കെട്ടുകളൊക്കെ തിരയുകയാണ്. അപ്പോൾ അതിൽ നിന്നും കണ്ട പേപ്പർ കാണാനില്ല എന്ന് കാണുമ്പോൾ നിൻ്റെ കൈ കാണിച്ച്, നിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ സൗസോ കൈ കാണിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കയ്യിലില്ല എന്ന് മനസ്സിലാകുമ്പോൾ എന്നാൽ പെട്ടെന്ന് ഈ തുണികളൊക്കെ അങ്ങ് കൊണ്ടുപോ എന്ന് പറഞ്ഞ് സൗസോനെ ആ തുണിക്കെട്ടുമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടാം കേട്ടോ. എന്നിട്ട് പാർവതിയുടെ അടുത്തേക്ക് സൗസോ ചെല്ലാണ് ഈ തുണികളുമായിട്ട്. എന്നിട്ട് വായിലുള്ള ആ പേപ്പർ പാർവതിക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സൗസോ നീ കാണിക്കുന്നത്? നീ ഇത് തുറന്ന് വായിച്ചു നോക്ക്, ഇത് എനിക്ക് പ്രിയൻ ചേട്ടൻ തന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പാർവതി അത് തുറന്ന് വായിച്ചു നോക്കുകയാണ്. അപ്പോൾ നീ എത്രയും പെട്ടെന്ന് ഗോഡൗണിലേക്ക് ഒന്ന് വരണം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയത് പാർവതി വായിച്ച ശേഷം സൗസോവിനോട് പറയണ, അല്ല ഇതെന്തിനാണ് എഴുതിയത്? പ്രിയൻ ചേട്ടന് നിന്നോട് തന്നെയാണ് പറഞ്ഞാൽ പോരെ, അത് ഞാൻ പിന്നെ മറക്കുമെന്ന് കരുതിയിട്ടാവും എഴുതിയിട്ടുണ്ടാവുക. എന്തായാലും നീ കരുനാഗം കാണാതെ പെട്ടെന്ന് ഗോഡൗണിലേക്ക് ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞ് പാർവതിയെ പ്രിയൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ പാർവതി ഗോഡൗണിലേക്ക് ചെന്നപ്പോൾ എന്താണ് പ്രിയൻ ചേട്ടാ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്രിയൻ ആ കഥ കടക്കുകയാണ്. എന്നിട്ട് പറയണേ, ഞാൻ എന്നോടൊരു കാര്യം പറയാനാണ്. എന്താണ്? അല്ല, എന്നോട് എന്തോ പറയാനുണ്ട് എന്ന് ഇന്നലെ ഫോണിലൂടെ പറഞ്ഞതല്ലേ, അതിനെക്കുറിച്ചാണോ? അതെ, ഞാൻ നിന്നോട് ഗന്ധർവനെ കുറിച്ച് പറയാനാണ്. ഗന്ധർവൻ ആരാണെന്നുള്ളത് നിനക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പാർവതി മിണ്ടാതെ നിൽക്കുമ്പോൾ എന്തു പറ്റി, നിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. അത് പിന്നെ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ വരുന്നു. ഗന്ധർവൻ ആരാണെന്നുള്ളത് പ്രിയൻ ചേട്ടൻ പറയാൻ ഒരുങ്ങുകയല്ലേ, അപ്പോൾ ആരാണെന്ന് ഓർത്ത് എനിക്ക് ടെൻഷൻ ആവുന്നു എന്ന് പറയുമ്പോൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഗന്ധർവൻ ഇവിടെ തന്നെയുണ്ട്, ഈ ഗോഡൗണിലോ. അതെ, എവിടെ ഗന്ധർവൻ? എന്നിട്ട് എനിക്ക് കാണുന്നില്ലല്ലോ. നീ ധൃതി വെക്കല്ലേ, ഗന്ധർവൻ ഈ നെഞ്ചിനകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രിയൻ ചേട്ടൻ ഈ പറയുന്നത്? നെഞ്ചിനകത്തോ? അതെ, എൻ്റെ ഈ പോക്കറ്റിൽ ഗന്ധർവൻ നിനക്ക് തരാൻ വേണ്ടി ഒരു സാധനം തന്നിട്ടുണ്ട്. അത് കണ്ടാൽ നിനക്ക് മനസ്സിലാവും ആരാണ് ഗന്ധർവൻ എന്നുള്ളത്. അത് കേട്ടപ്പോൾ പാർവതിക്ക് ഇങ്ങനെ എന്നെ കാണിക്ക്, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കരുനാഗം പ്രിയനെ തെരഞ്ഞു നടക്കുന്നത്. എന്നിട്ട് പ്രിയനെ അവിടെ ഒന്നും കാണുന്നില്ല എന്ന് കാണുമ്പോൾ കരുനാഗം മനസ്സിൽ ചിന്തിക്കുകയാണ്, എവിടെയാണാവോ ഈ പ്രിയൻ പോയത്? അവന് ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവന് ആവശ്യത്തിന് കാണില്ല, അവനിപ്പോൾ ഗോഡൗണിലുണ്ടാവും, അവൻ എന്താണാവോ ഈ ഗോഡൗണിൽ പോയി കാണിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കരുനാഗം നേരെ ഗോഡൗണിലേക്ക് പോവാണ്. ഈ സമയം പ്രിയൻ പാർവതിയോട് കണ്ണടക്കാൻ വേണ്ടി പറയണേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം, ഗന്ധർവൻ എനിക്ക് തന്ന ആ സാധനം ഞാൻ നിനക്ക് കാണിച്ചു തരാം, അത് കണ്ടാൽ നീ ഉറപ്പായും ഗന്ധർവൻ ആരാണെന്നുള്ളത് തിരിച്ചറിയും എന്ന് പറഞ്ഞപ്പോൾ പാർവതി ഇങ്ങനെ പേടിയോട് കൂടിയാണ് നിൽക്കുന്നത്. ആരായിരിക്കും ഗന്ധർവൻ എന്നുള്ള ആകാംക്ഷയോട് കൂടി നെഞ്ചിടിപ്പോട് കൂടിയാണ് പാർവതി കണ്ണടച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയത്ത് കരുനാഗം ഗോഡൗണിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പാർവതി കണ്ണടച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രിയൻ്റെ കയ്യിലുള്ള ആ പോക്കറ്റിലുള്ള മാല എടുത്ത് പുറത്തേക്ക് എടുത്ത് പാർവതിക്ക് മുന്നിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴൊക്കെ പാർവതി കണ്ണടച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പ്രിയൻ പറയാണ്, പാർവതി ഇനി നീ കണ്ണ് തുറന്നു നോക്ക് എന്ന് പറയുമ്പോൾ പാർവതി പതിയെ കണ്ണുകൾ തുറന്നു നോക്കുന്ന സമയത്ത് മാല പിടിച്ചുകൊണ്ട് പ്രിയൻ ഇങ്ങനെ നിൽക്കുന്നത് കാണാട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ പ്രിയ എന്ന് പറഞ്ഞ് അലർച്ചയോടുകൂടി കരുനാഗം വിളിക്കുന്ന ആ സൗണ്ട് കേൾക്കുന്നത്. അതോടുകൂടി പ്രിയനും പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ പ്രിയൻ്റെ കയ്യിലുള്ള ആ മാല പെട്ടെന്ന് തന്നെ പ്രിയൻ പോക്കറ്റിലേക്ക് ഇടുകയാണ്. എന്നിട്ട് കരുനാഗൻ ഗോഡൗണിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയനെയും പാർവതിയെ അവിടെ കാണുന്നില്ല. അപ്പോൾ പ്രിയൻ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്, പാർവതി അപ്പുറത്തെ ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് കരുനാഗൻ അവിടെയൊക്കെ നോക്കുകയാണ്, ഇവൻ എവിടെ പോയി? ഇവന് ആവശ്യത്തിന് കിട്ടില്ല, ഇവൻ പേരിന് ഒരു സൂപ്പർവൈസറാണ്, എന്നിട്ടിപ്പോൾ ആവശ്യ നേരത്ത് ഇവനെ കാണുന്നില്ല, ഇവൻ ഗോഡൗണിലില്ലെങ്കിൽ പിന്നെ എവിടെയാണാവോ ഇവൻ എന്നൊക്കെ സ്വയം ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ
കരുണാകൻ ദേഷ്യത്തിൽ നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ കരുണാകൻ അങ്ങ് തിരിയുകയാണ്. ആ തിരിഞ്ഞ ഉടനെ തന്നെ അപ്പുറത്തെ സൈഡിൽ പ്രിയനും ഇപ്പുറത്തെ സൈഡിൽ പാർവതിയുമുണ്ട്. അങ്ങനെ കരുണാകൻ തിരിഞ്ഞതോടുകൂടി പാർവതി പെട്ടെന്ന് അവിടെ താഴേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ പാർവതിയെ കരുണാകൻ പെട്ടെന്ന് കണ്ണിൽ കാണുന്നില്ല. അങ്ങനെ കരുണാകൻ ഗോഡൗണിൽ നിന്നും അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അതോടുകൂടി പ്രിയനും പാർവതിയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് പ്രിയൻ ചോദിക്കുകയാണ്, എന്തു പറ്റി പാർവതി, നീ പേടിച്ചു പോയോ? അയ്യോ പേടിച്ചോ എന്നോ, എൻ്റെ ജീവൻ ഒരു നിമിഷത്തേക്ക് ഇല്ലാതായതുപോലെയാണ് എനിക്ക് തോന്നിയത്. നീ പേടിക്കേണ്ട പാർവതി, നമുക്ക് പറയാൻ വന്ന കാര്യം പറയണ്ടേ? ഗന്ധർവനെ കുറിച്ച് ഞാൻ പറയാൻ ഒരുങ്ങിയതല്ലേ, നിനക്കത് കാണിച്ചു തരാൻ വേണ്ടി ഒരുങ്ങിയതല്ലേ. അപ്പോൾ പാർവതി പറയണേ, വേണ്ട പ്രിയ, എനിക്കിപ്പോൾ പ്രിയൻ ചേട്ടാ, എനിക്കിപ്പോൾ അതൊന്നും കാണണ്ട. ഈ ഗോഡൗണിൽ വെച്ച് ഇങ്ങനെ ഒന്നും വേണ്ട, കമ്പനിയിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യവും സംസാരിക്കേണ്ട. എനിക്കിപ്പോൾ തന്നെ വല്ലാതെ പേടിയാവുന്നു, ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞ് പാർവതി പെട്ടെന്ന് തന്നെ ഗന്ധർവനെ കുറിച്ച് അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ്. നമുക്ക് രണ്ടുപേർക്കും പുറത്തു നിന്ന് സംസാരിക്കാം, ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പാർവതി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. അതോടുകൂടി പ്രിയന് വല്ലാത്ത വിഷമാവാണ്. ഇപ്പോഴും ഗന്ധർവൻ ഞാനാണെന്നുള്ള സത്യം എനിക്ക് പാർവതിയോട് പറയാൻ കഴിയുന്നില്ല. എപ്പോഴും ഓരോ തടസ്സങ്ങളാണല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പ്രിയൻ സങ്കടത്തോടു കൂടി ഗോഡൗണിൽ നിൽക്കുന്നത്. പാർവതിയുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാർവതിയുടെ ഫോൺ അടിക്കുന്ന സൗണ്ട് പാർവതി കേൾക്കുന്നത്. അപ്പോൾ ആരായിരിക്കും ജോലി സമയത്ത് ഇപ്പോൾ വിളിക്കുന്നത് എന്ന് വെപ്രാളം പിടിച്ചുകൊണ്ട് പാർവതി ആ ഫോൺ എടുത്ത് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നിഷ കാണുകയാണ്. അങ്ങനെ നിഷ പെട്ടെന്ന് തന്നെ കരുണാകത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, പാർവതി ജോലി സമയത്ത് ഫോണിൽ സംസാരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കരുണാകത്തിന് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ നിഷയോട് പറയണേ, നീ എന്തായാലും നീ എൻ്റെ ജോലി ചെയ്തോ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കരുണാകം പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പാർവതിയോട് ലക്ഷ്മി പറയാണ്, മോളെ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ ഒരുങ്ങാണ്. എന്തു പറ്റി ചേച്ചി, എന്താ ചേച്ചിയുടെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആ രുദ്രപ്രതാപൻ നമ്മുടെ സ്ഥലം വാങ്ങിയ ആ പലിശക്കാരനെയും കൂട്ടി വന്നിരുന്നു എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും കരുണാകം വന്ന് പാർവതിയുടെ കയ്യിലുള്ള ഫോൺ തട്ടിപ്പറിച്ച് അങ്ങ് വാങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അതങ്ങ് കട്ടാക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ഇതെന്തു പറ്റി, പെട്ടെന്ന് കട്ടായല്ലോ ഫോണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പാർവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കുകയാണ്. അപ്പോഴും കരുണാകം ഫോണ് കട്ടാക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും പാർവതി ഫോണ് കട്ടാക്കുന്നത് എന്ന് ലക്ഷ്മി ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇനി ജോലി സമയത്ത് ഈ ഫോൺ എടുത്തത് എന്ന് കരുണാകം പാർവതിയോട് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്തോ പ്രധാനപ്പെട്ട ഒരു കോൾ ആയതുകൊണ്ടാണ്, എൻ്റെ ചേച്ചിയാണ് വിളിച്ചത്, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് ചേച്ചി പറയാനാണ് ഈ സമയത്ത് വിളിച്ചത്, അല്ല എന്നുണ്ടെങ്കിൽ ചേച്ചി ഒരിക്കലും ഈ സമയത്ത് വിളിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, ആണോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണോ നീ കമ്പനിയിലേക്ക് വന്നത്, അതോ ജോലിക്ക് വേണ്ടിയാണോ നീ കമ്പനിയിലേക്ക് വന്നത്? അത് പിന്നെ സർ, ഞാൻ ജോലിക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്നോട് ആര് പറഞ്ഞു ജോലി സമയത്ത് ഫോൺ എടുക്കാൻ? ഇവിടെ ആരും ഫോൺ എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോഴത്തേക്കും പ്രിയനും മോഹനനും ഇത് കണ്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ പ്രിയൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് പാർവതിയോട്. കരുണാകൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് കാണുമ്പോൾ എന്നിട്ട് പറയണ, സാറിനോടല്ലേ പറഞ്ഞത് ഇതൊരു പ്രധാനപ്പെട്ട കോൾ ആയതുകൊണ്ടാണ് എടുത്തത് എന്ന്, പിന്നെ പ്രധാനപ്പെട്ട കോളുകൾ ഏതെങ്കിലും വന്നാൽ ഫോൺ എടുത്ത് സംസാരിച്ചോളാൻ കൈലാഷ് സാർ പറഞ്ഞതല്ലേ, പിന്നെ എന്താണ് സാർ കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ, വന്നല്ലോ ഹീറോ, ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കൃത്യസമയത്ത് തന്നെ നീ അവിടെ എത്തും. അപ്പോൾ ഞാൻ നിന്നെ ചിന്തിച്ചതേ ഉള്ളൂ, നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ? നിന്റെ കൈലാഷ് സാർ ഉണ്ടായിരുന്നപ്പോഴത്തെ നിയമമല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ ഈ കരുണാകത്തിൻ്റെ നിയമമാണ്. എൻ്റെ നിയമം അനുസരിച്ച് ജോലി സമയത്ത് ആരും ഫോൺ എടുക്കാൻ പാടില്ല. ഇവൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ ഫോൺ എടുത്തത്? ഇനി മുതൽ ഇവിടെ ജോലി സമയത്ത് ആരും ഫോൺ എടുത്ത് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കരുണാകം പാർവതിയോട് ദേഷ്യപ്പെടുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നിഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ പ്രിയൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ദേഷ്യത്തോടു കൂടി കരുണാകത്തെ നോക്കുമ്പോൾ, നീ എന്താടാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? അത് കേട്ടപ്പോൾ പ്രിയൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് കരുണാകൻ, നീ നിൻ്റെ പണി നോക്കി പോവാൻ നോക്കടാ എന്ന് പറഞ്ഞ് പ്രിയനെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കാണ്ട്. അതോടുകൂടി പ്രിയന് ദേഷ്യം പിടിച്ച് വിരൽ ചൂണ്ടിയിട്ട്, മര്യാദക്ക് സംസാരിക്കണം സാർ, ദേഹത്ത് തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞു. നീ എന്നെ എന്ത് ചെയ്യുമടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോഹനൻ ഓടി വരികയാണ്. പ്രിയ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നീ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പോൾ കരുണാകൻ പറയണ, മോഹന നിൻ്റെ കൂട്ടുകാരനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ അവന് ഇന്നത്തോടു കൂടി ഈ കമ്പനിയുടെ ജോലി അങ്ങ് അവസാനിക്കും എന്ന് പറയാണ്. അങ്ങനെ കരുണാകത്തിൻ്റെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ പ്രിയന് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ മോഹനൻ നിർബന്ധിച്ച് പ്രിയനെ അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോവാണ്. എന്നിട്ട് മോഹനനോട് പറയണേ, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, കരുണാകരത്തിന് കണക്കിന്
കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ജയന്തി ചോദിക്കുകയാണ്, എന്താണ് പ്രിയ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇക്കാര്യമൊക്കെ കൈലാഷ് സാറിനോട് പറയട്ടെ എന്നും പറഞ്ഞ് പ്രിയൻ കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ പാർവതിയുടെ ഫോണിലേക്ക് വീണ്ടും ലക്ഷ്മി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ പാർവതി യാചിച്ചുകൊണ്ട് കരുണാകരനോട് ചോദിക്കുകയാണ്, എൻ്റെ ഫോണിൽ ഒന്ന് സംസാരിച്ചോട്ടെ, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ തുടരെ വിളിക്കുന്നത്. ഞാൻ 2 വാക്ക് സംസാരിച്ച് ഞാൻ ഫോൺ വെച്ചോളാം, എന്നിട്ട് ഞാൻ സാറിന് തന്നെ എൻ്റെ ഫോൺ തന്നോളാം, ദയവ് വിചാരിച്ച് സാർ ആ ഫോൺ ഒന്ന് തരൂ എന്ന് പറഞ്ഞപ്പോഴൊന്നും കരുണാകരൻ അത് കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് പാർവതിക്ക് നേരെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പാർവതി കരുണാകരത്തിൻ്റെ കയ്യിലുള്ള ഫോൺ അങ്ങ് വാങ്ങാൻ നോക്കുകയാണ്. ലക്ഷ്മി വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇങ്ങനെ കരുണാകരത്തിന് ദേഷ്യം പിടിച്ച് പാർവതിയുടെ ഫോണ് താഴേക്ക് എറിഞ്ഞങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ലക്ഷ്മി ആണെങ്കിലോ, എന്താ പാർവതി, ഇനി എന്തിനാണ് ഫോൺ ഓഫാക്കി കളഞ്ഞത് എന്നൊക്കെ വിഷമത്തോടു കൂടി ചിന്തിക്കുകയാണ്. അപ്പോൾ പാർവതിയുടെ ഫോണ് കരുണാകരൻ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചതോടുകൂടി അപ്പോഴാണ് അവിടേക്ക് കൈലാഷ് വരുന്നത്. അങ്ങനെ കൈലാഷിനെ കണ്ടപ്പോൾ പെട്ടെന്ന് കരുണാകരൻ ഒന്ന് പതറുകയാണ്. അങ്ങനെ കൈലാഷും പ്രിയനും കരുണാകരത്തിൻ്റെയും പാർവതിയുടെയും അടുത്തേക്ക് നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ കൈലാഷ് പാർവതിയുടെ ഫോൺ നശിപ്പിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ കൈലാഷിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് പാർവതിയുടെ ഫോൺ നിലത്ത് നിന്നും കൈലാഷ് എടുക്കുകയാണ്. എന്നിട്ട് കരുണാകം എന്ന് പറഞ്ഞ് അലറിങ്ങൊണ്ട് ദേഷ്യത്തിൽ കൈലാഷ് വിളിക്കുകയാണ്. അപ്പോൾ കരുണാകരൻ കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഇതെന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാർ, ജോലി ചെയ്യുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതൊന്നും ഒരു കുഴപ്പവുമില്ല സാർ, ഒരു ഫോണല്ലേ, ഇവൾക്കിപ്പോൾ ഈ ഫോൺ ഇല്ലെങ്കിൽ വേറൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആളുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി കൈലാഷിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് കരുണാകരത്തിൻ്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയാണ്. അതോടുകൂടി കരുണാകരൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ കൈലാഷ് കരുണാകരത്തെ യു ബ്ലഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിക്കാൻ വേണ്ടി കൈയോങ്ങിയത്. അത് കണ്ടപ്പോൾ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പ്രിയം പറയാണ്, വേണ്ട സാർ പ്ലീസ് എന്ന് പറയണ. അപ്പോൾ കരുണാകരൻ, എന്നെ അടിക്കാൻ വേണ്ടി കൈയോങ്ങിയോ? ഇത്ര വർഷത്തോളമായി ഈ കമ്പനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത് കമ്പനിയെ ഇത്രയും വലിയ സ്ഥാനത്ത് എത്തിച്ചിട്ട് അങ്ങനത്തെ എന്നെ, ഇവൾക്ക് വേണ്ടി എന്നെ അടിക്കാൻ കൈയോങ്ങിയോ എന്നും പറഞ്ഞ് കരുണാകരൻ കൈലാഷിൻ്റെ കൈ പിടിച്ച് എന്നെ അടിക്ക് സാർ എന്ന് പറഞ്ഞ് കരുണാകരത്തിൻ്റെ കവളത്തേക്ക് കൈലാഷിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കൈലാഷിന് ദേഷ്യം പിടിച്ചിട്ട് കരുണാകരൻ എന്ന് അലർച്ചയോടുകൂടി വിളിച്ചിട്ട് വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഫോണിൽ സംസാരിച്ചോട്ടെ എന്ന്. എന്നിട്ടിപ്പോൾ പാർവതി ഒന്ന് സംസാരിച്ചു എന്ന് കരുതി ഏത് പ്രൊഡക്ഷനാണ് ഇവിടെ നിന്ന് പോയത്? അപ്പോൾ കരുണാകരൻ, സാറിന് അങ്ങനെ പറഞ്ഞാൽ മതി, കമ്പനിക്ക് 1 കോടി രൂപയാണ് സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് നഷ്ടമായത്. അതിനെ മറുപടി ഞാൻ PKR സാറിനോട് ഞാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. അവസാനം കരുണാകരത്തിന് കൈലാഷിൻ്റെ കയ്യിൽ നിന്നും നല്ല കിടിലൻ ഒരു അടി കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.